ഹായ് ഹലോ അങ്ങനെ ഞങ്ങളുടെ അമ്മയും മോനും കൂടിയിട്ട് ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അവിടേക്ക് പോണ പോക്കാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും ഡാൻസ് ഏകദേശം തുടങ്ങിയിരുന്നേ. ഈ ഡാൻസിൻ്റെ പാട്ടേ എന്ത് രസത്തിൽ ഇതിൻ്റെ കൂടെ കേൾക്കാനെന്നറിയോ. പക്ഷേ ഈ പാട്ട് വെക്കാൻ പറ്റിയില്ല. എന്താ കാരണം എന്നറിയോ? കോപ്പിറൈറ്റ് ഉണ്ട് അത്ര. പക്ഷേ എനിക്കറിയണ്ടായിരുന്നില്ല, അതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് പാട്ട് വേണമെങ്കിൽ എന്തിനാ വല്ലവരുടെ പാട്ട് എടുക്കുന്നത്, ഞാൻ നിനക്ക് പാടിയില്ലേന്ന്. എന്നിട്ട് അവൾ എനിക്കൊരു കാക്കേ കാക്കേ എന്നുള്ളൊരു പാട്ടൊക്കെ പാടി തന്നിട്ട്. അപ്പോൾ ഞാൻ അവളോട് തമാശയ്ക്ക് പറഞ്ഞു, നിൻ്റെ ഈ ഓഡിയോ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത വീഡിയോ ഇറക്കുന്നത്. ഞാൻ ഈ കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതെന്ന് പറയും, ഒരു 6 വർഷം മുമ്പുള്ള എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആയിരുന്നു കേട്ടോ. അന്നിങ്ങനെ സ്റ്റേജിൽ ഡാൻസൊന്നും കളിച്ചിട്ടില്ല. പക്ഷേ ഡാൻസൊന്നും ഇല്ലാത്ത പഴയ നമ്മൾ സ്റ്റേജിലൊക്കെ നിന്നൊരു ഫ്രോക്കൊക്കെ ആയിരുന്നു. അതൊക്കെ ഇട്ടിട്ട് നല്ല ചന്തത്തിൽ സുന്ദരി കുട്ടിയൊക്കെ നിന്ന് ചെക്കൻ കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് നമ്മളിതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. പക്ഷേ ഈ പാട്ടൊക്കെ ഇട്ട് ആ കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ടപ്പോൾ ഞാനത് ശരിക്കും മിസ് ചെയ്തു ആ ഒരു ഡേ. ഇനി ആ ഒരു ഡേ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. അവരുടെ 2 പേരുടെ കല്യാണത്തിന് എന്തായാലും ഇതുപോലെ ഞാൻ ഒരു അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റേജ് തകർക്കും. അവർ കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഞാൻ എന്തായാലും അടിപൊളി സോങ് ഇട്ടിട്ട് ഡാൻസ് കളിക്കും. അപ്പം നമുക്ക് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ആലോചിച്ചാൽ മതിട്ടോ. എന്ത് രസമാണ് നോക്കി ആ ചെക്കനൊക്കെ കൊടുത്തിട്ട് ഡാൻസ് കളിക്കുന്ന കാണാൻ. ചെക്കൻ വലിയ സ്റ്റെപ്പ് ഒന്നും ഇടുന്നില്ല. ഈ ചെക്കൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ പെണ്ണിൻ്റെ ബ്രദറും മറ്റേത് പെണ്ണിൻ്റെ കസിനാണ്. അതായത് ആ പെൺകുട്ടിയുടെ മമ്മിയുടെ ബ്രദറിൻ്റെ മകനും. അപ്പോൾ അവരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായി. എന്തൊരു ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ശരിക്കും നമ്മുടെ എല്ലാവരുടെ ലൈഫിലും വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ റിയലി ഐ മിസ് മൈ എൻഗേജ്മെൻറ്റ്. നിങ്ങളും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ അടിച്ച് പൊളിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രമാണോ വിഷമം അറിയണ്ടേ. അങ്ങനെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഈ വാച്ചനും വീട്ടിലേക്ക് തിരികെ പോവാട്ടോ. കക്ഷിക്ക് തീരെ വയ്യ, കാരണം ജലദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ ആൾ തയ്യാറല്ല. അവനെ വീട്ടിലാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ നേരെ പോയത് കുന്നംകുളത്താട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ എൻഗേജ്മെൻറ്റ് ഇട്ടിട്ടുള്ള സാരിയുടെ ബ്ലൗസ് എനിക്ക് തീരെ ഫിറ്റല്ല. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ഇത് കൊടുക്കാൻ പോയി. അവിടെ കുന്നംകുളം എത്തിയപ്പോൾ എനിക്ക് ഒരു ബിരിയാണി കഴിക്കണം എന്ന ആഗ്രഹവുമായി ഞാൻ നേരെ കയറി ചെന്നത് എവിടെയാണ്, നമ്മുടെ കുന്നംകുളംകാരുടെ സ്വന്തം മലബാർ ജംഗ്ഷനിലാണ് കേട്ടോ. ഞങ്ങളും മലബാർ ജംഗ്ഷനും തമ്മിലൊരു ആത്മബന്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 വർഷത്തോളം പിന്നിട്ട് കേട്ടോ. കാരണം അവിടുത്തെ ഫുഡും അവിടുത്തെ കസ്റ്റമർ സർവീസും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ കൊറോണ സമയത്ത് ഇവർ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ആ സമയത്ത് ഞങ്ങൾ വല്ലാണ്ട് മലബാർ ജംഗ്ഷനെ മിസ് ചെയ്തിരുന്നു. 7 വർഷമായിട്ട് എനിക്ക് ഈ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാരണം അവരുടെ ഫുഡും കസ്റ്റമർ സർവീസും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടുന്ന് നേരെ ഫുഡ് വാങ്ങിയിട്ട് ഞാൻ പോയത് എങ്ങോട്ടാണ് വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയിട്ട് എൻ്റെ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ എനിക്ക് നോക്കാനുണ്ടായിരുന്നു. കാരണം 30-ാം തീയതി സ്കൂൾ തുറക്കുമ്പോഴേക്കും അത് നോക്കി തീർക്കണ്ടേ. ഓക്കെ, ടാറ്റാ ബൈ.